ദൈവാശ്രയത്തിന്റെ മൂന്നാമത്തെ മുഖം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. നമ്മളെ അവന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തൻ എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്ന വാചകവും വളരെ ഗംഭീരമാണ് എന്ന് എനിക്ക് ഈ ചിന്തയുമായി ബന്ധപ്പെട്ട് തോന്നുന്നു. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. മനുഷ്യനാണ് പലപ്പോഴും അവിശ്വസ്തരായിട്ട് നമ്മുടെ മുമ്പിൽ പെരുമാറുന്നത്, അല്ലെ? നമ്മുടെ കൂടെ ഇറങ്ങി വന്നവർ, നമ്മുടെ കൂടെ ജീവിതം പങ്കിടാൻ വന്നവർ, നമ്മുടെ അമ്മയപ്പന്മാർ, സഹോദരങ്ങൾ, മക്കൾ, ഇവരെല്ലാം പലപ്പോഴും അവിശ്വസ്തരായി തീരാറുണ്ട്. നാമും പലപ്പോഴും മറ്റുള്ളവർക്ക് അവിശ്വസ്തരായി തീരാറുണ്ട്. നമ്മുടെ ഭാഗം മാത്രം ന്യായീകരിക്കുന്നത് ശരിയല്ല. നാമും പലപ്പോഴും മറ്റുള്ളവർക്ക് അവിശ്വസ്തരായി തീരാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹോരേബ് പർവ്വതത്തിൽ ഇറങ്ങി വന്ന ദൈവസാന്നിധ്യത്തെ കണ്ടിട്ട് മോശ ആ തീയുടെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുകയാണ്. ഓടിച്ചെല്ലുമ്പോൾ ദൈവം ആ തീക്കകത്ത് നിന്നുകൊണ്ട് മോശയോട് സംസാരിക്കുന്ന ഒരു പദമുണ്ട്. ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. ആ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഞാൻ വിശ്വസ്തനായ ദൈവമാണ്. എന്നെ നോക്കി ഇറങ്ങി വന്ന ആരെയും ഇന്ന് വരെ ഞാൻ ചതിച്ചിട്ടില്ല. അവരെ ആരെയും ഞാൻ പകുതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചിട്ടില്ല. എന്റെ മുമ്പിൽ കീഴടങ്ങുകയും എന്റെ മുമ്പിൽ താല്പര്യത്തോടുകൂടെ എന്റെ മുഖം അന്വേഷിച്ച സകലരെയും, ഈവൻ പാപം ചെയ്തിട്ട് പിന്മാറിപ്പോയിട്ട് പിന്നെയും മടങ്ങി വന്നവരെ പോലും ഞാൻ ചേർത്ത് കൊണ്ടിട്ടുണ്ട്. ഞാൻ വിശ്വസ്തനായ ദൈവമാണ്. ദൈവാശ്രയത്തിന്റെ കരുത്തുറ്റ മൂന്നാമത്തെ മുഖം എന്ന് പറയുന്നത് ദൈവിക വിശ്വസ്തതയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. നിങ്ങളോട് അവൻ പറഞ്ഞ വാഗ്ദത്തങ്ങളെ അവൻ പൂർത്തീകരിക്കും. നിങ്ങളുടെ തലമുറകളോട്, നിങ്ങളുടെ കുടുംബത്തോട്, നിങ്ങളുടെ സഭയോട്, നിങ്ങളുടെ ശുശ്രൂഷകളോട്, എന്തുമായിക്കൊള്ളട്ടെ പ്രിയരെ, അത് ദൈവം പൂർത്തീകരിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുന്നില്ല. അല്ലയോ ഇസ്രായേലിനെ, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് എന്റെ വിശ്വസ്തതയാണ്, അല്ലെങ്കിൽ എന്റെ ദയയാണ്. ഞാൻ വാക്കുമാറാത്തവനായതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് വരെ നിലനിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അതല്ലേ വാസ്തവത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും അവിശ്വസ്തരായി പിന്മാറിയിട്ടുണ്ട്. പാപത്തിന്റെ അബദ്ധ വഴികളിൽ പിന്നെ നമ്മൾ പോയിട്ടുണ്ട്. ഈ നല്ല ദൈവത്തെ വിട്ടിട്ട് പലപ്പോഴും നമ്മൾ പുറംതിരിഞ്ഞ് നടന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ കേട്ട ദൈവിക വചനങ്ങളെയും ദൈവിക ആലോചനകളെയും ഒക്കെ മറത്ത് നമ്മൾ ഈ ലോകത്തിന്റെ ഇഷ്ടമായിരിക്കുന്ന വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോഴും ദൈവം നമുക്ക് വേണ്ടിയിട്ട് വിശ്വസ്തനായിരുന്നു എന്നുള്ളത് എത്ര സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യമാകുന്നു. ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ദൈവാശ്രയത്തിന്റെ മൂന്നാമത്തെ മുഖം മറന്നു പോകരുത്. അത് ദൈവിക വിശ്വസ്തതയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ദൈവം നമ്മളെ ചതിക്കുന്ന ദൈവമല്ല, ദൈവം നമ്മളെ പറ്റിക്കുന്ന ദൈവമല്ല, ഇട്ടേച്ചു പോകുന്ന ദൈവമല്ല, വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സദാ വിശ്വസ്തനായി പുലരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവിക വിശ്വസ്തതയിൽ ആശ്രയിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഒന്ന് സഹായിക്കട്ടെ.